മച്ചാമാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ബാംഗ്ലൂർ പോവാ കേട്ടോ. ഞാൻ ഇതുവരെ ബാംഗ്ലൂരൊന്നും പോയിട്ടില്ല. അപ്പം ബാംഗ്ലൂർ പോവാ. അപ്പം കുറച്ച് പേരെയൊക്കെ കാണാനുണ്ട്. അങ്ങനെ കുറച്ച് ബാംഗ്ലൂർ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. ബാംഗ്ലൂർ കണ്ടിട്ടേ ഇല്ല. അപ്പം ബാംഗ്ലൂർ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പം ഞാൻ ബാംഗ്ലൂർ പോവാ കേട്ടോ. അപ്പം എന്തായാലും പോയിട്ട് വരട്ടെ. അപ്പോൾ ഓക്കെ. അതെൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. പിന്നെ മൈക്ക്, ഹെഡ്സെറ്റ്, ഒരു ഫോണ് എല്ലാം ഉണ്ട്. അപ്പം എന്തായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാവേ. അപ്പം മച്ചാന്മാരെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണേ. അപ്പോൾ അനന്തകൃഷ്ണനാണ് എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുക്കൂർ മുക്കിൽ നിന്ന് ചെങ്ങന്നൂരോട്ട് പോകാൻ സൂപ്പർ ഫാസ്റ്റിലാണ് പോയത്. ആഫ്റ്റർ എ ലോങ് ടൈം, ഒത്തിരി നാളായി ബസ്സിൽ യാത്രയൊക്കെ ചെയ്തത്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ ചെങ്ങന്നൂർ ചെന്നിറങ്ങി നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണേ. അപ്പം ഞങ്ങളത് അവിടുന്ന് ഓട്ടോയിലാണ്, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിനി അങ്ങോട്ട് നടക്കുകയാണ് ട്രെയിനിന് വേണ്ടിയിട്ട്. ട്രെയിന് കുറച്ച് ലേറ്റാണ്, 3:10 നമുക്ക് ട്രെയിന്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ നടക്കാം. ഞങ്ങൾ പിന്നെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. നല്ല ലേറ്റായിരുന്നു ട്രെയിന്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അത്യാവശ്യം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇരിക്കാനൊക്കെ സീറ്റ് തന്നായിരുന്നു കേട്ടോ. ഞാൻ കയറി ചെന്നപ്പോഴേ ഒരു ചേട്ടൻ എണീറ്റൊക്കെ തന്നായിരുന്നു എനിക്ക് സീറ്റ്. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു ഉറങ്ങുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരെ അറിയാണ്ട് എടുത്തത് കേട്ടോ. ഞാൻ തന്നെ ഇപ്പോഴാണ് കാണുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ. സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു പാലക്കാടൊക്കെ എത്തിയപ്പോഴേ. അങ്ങനെ മച്ചം വരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓഹ് എൻ്റെ മോനെ, നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമെന്ന് വെച്ചാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങാനൊക്കെ വളരെ പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ യാത്രയിൽ ഉറങ്ങാനൊക്കെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലോട്ടാണ്. നമ്മൾ KSR എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെ വരെയുള്ളൂ ഈ ട്രെയിൻ. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ടാണ് നമുക്ക് നടക്കേണ്ടത്. അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പം നമ്മൾ KSR എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഊബറിലാണ് നമ്മൾ ഇനി റൂമിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മച്ചൻ ഊബർ ബുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ. അപ്പം നമുക്കിനി റോഡിൽ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പൊളി വൈബാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഊബർ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഷോർട്ട് ബോയ്. In 400 meters at the roundabout. കൊച്ചിയിലൊരു വണ്ടിയോട് പോയി ഇവിടെ. In 300 meters at Corporation Circle, take the first exit onto Kasturba Road. Hostel Road. Turn right onto Devanga Hostel Road. In 500 meters, turn left after HCG Cancer Hospital. എല്ലാവരും ചോദിക്കാനും പറയാനൊന്നും നമ്മുടെ ഇഷ്ടം. വണ്ടി സ്വന്തമാണ്. മാത്രമേ ഉള്ളൂ. അത് മാത്രമേ
Next left onto Marina Haveli Road. ഹല്ലിയുണ്ട്. ഇവിടെ ഇവര് മരമൊന്നും മുറിച്ചിടില്ല, ഇങ്ങനെ തന്നെ അതോ ഭയങ്കര പ്രകൃതി അത്രയും തണുപ്പാണോ? ഇത്ര നിൽക്കുന്നുണ്ടല്ലോ. നാട്ടിൽ ആദ്യമായിട്ടാണെങ്കിൽ കട്ടി അല്ല ഓൾറെഡി വാർത്തയിലെല്ലാം വന്നതാ. അങ്ങനെയുണ്ട്. വോയിസ് കട്ട് ചെയ്തിട്ടാ. ഓൾറെഡി വാർത്തയിലെല്ലാം വന്നില്ല. എന്നാലും നമ്മളത്ര ഒരു വീഡിയോയ്ക്ക് വേണ്ടി അത്ര ഇതായിട്ട് അതല്ല സംസാരിക്കുന്നത്, എന്നാൽ നോർമലി സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടിപ്പോകുന്നത് അതൊന്നും അറിഞ്ഞില്ലായിരുന്നു സംഭവം. ഏതാ ഇപ്പൊ പറഞ്ഞു അത് കണ്ടാലും അങ്ങനെയുണ്ട്, സംഭവമുണ്ട്. പുറകേക്ക് അടുത്തോട്ടം വന്നല്ലേ. എന്താ അപ്പം ക്യൂവിലിടുമോ അതോ ക്യാൻസൽ ആക്കിയിട്ടോ? ക്യൂവിലിടും. എത്ര മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും? ആരുടെ കയറുമല്ലോ. In 200 meters, keep right to continue on National Highway 44, National Highway 48. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നു. Keep right to continue on National Highway 44. 9 മണി വരെ ഉണ്ട്, അത് കഴിയുമ്പോൾ പേ ചെയ്യണം. അത് ലേഡീസിന് ഫ്രീ ഡ്രിങ്ക് ആണ്. 9 മണി കഴിഞ്ഞു പേ ചെയ്യണം. Continue on Service Road for 1 kilometer. In 300 meters, use the middle lane to stay on National Highway 44, National Highway 48. ഇടയ്ക്കൊക്കെ ഒറ്റ ഫ്ലോയ്ക്ക് കിടക്കാം. നല്ല നല്ല വിഷയം മാത്രം കഴിയുന്നത്. അതില്ലേ മൊത്തം വണ്ടിയില്ലേ? Use the middle. അങ്ങനെ മച്ചാന്മാരെ റൂമിലൊക്കെ ചെന്ന് ഫ്രഷായി അങ്ങനെ ആദുവിനെ മീറ്റ് ചെയ്ത് ആദുവിൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല വൈബെന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു ആദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ. പിന്നെ എന്താ പറയുക, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ബാംഗ്ലൂരിൽ നിന്നപ്പം. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് രാവിലത്തെ വൈബാണിത് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നേ. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിക്കാം. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം, കൃഷ്ണ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ. ബാത്റൂം ആയാലും എല്ലാം ഭയങ്കര നീറ്റായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോയിട്ട് നിങ്ങളെ റൂമൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഇവിടാണ് നമ്മുടെ ഓണറും ഒക്കെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓണർ. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലോട്ട് പോവാവേ. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് പോകുന്നത്. നമ്മുടെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഫ്ലോറാണേ. അപ്പോൾ എന്തായാലും നമുക്ക് റൂം തുറന്ന് നമുക്ക് അകത്തോട്ട് കയറാവേ. എങ്ങനെയുണ്ട് മച്ചാമാരെ റൂമൊക്കെ? അടിപൊളി റൂമല്ലേ? നമ്മളെ ലക്ഷറി ലൈഫല്ലേ. ബാത്റൂം ഒക്കെ അടിപൊളി സെറ്റപ്പ് ബാത്റൂം ആട്ടോ. നൈസ് ബാത്റൂം അല്ല, ഭയങ്കര അടിപൊളി സാധനം. അപ്പം മച്ചാന്മാരെ നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വന്നേ. അങ്ങനെ നമ്മൾ കണ്ണൻ മച്ചാനെയൊക്കെ മീറ്റ് ചെയ്ത് നമുക്കിത് വായിക്കാനൊന്നും അറിയത്തില്ല, നമുക്ക് തന്നെ ഫുഡ് കഴിക്കാവേ. പിന്നെ ഞങ്ങൾ 2ാമത്തെ ദിവസം തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു മലയാളി ഹോട്ടലിൽ പോയാൽ ഫുഡ് കഴിക്കാൻ. എൻ്റെ മച്ചാന്മാരെ അവിടെ ചെന്നപ്പോൾ അടിപൊളി സദ്യ കേട്ടോ.
നല്ല സാമ്പാറും മോരേറിയും പപ്പടവും അവിയലും തോരനും ഓംപ്ലേറ്റും നല്ല കിളിമീൻ വറുത്തതും ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാൻ മച്ചന്മാരെ. അതിനിടയ്ക്ക് നമ്മുടെ ഒരു ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബറാണോന്ന്. പിന്നെ ആ ചേട്ടന് കഴിക്കാനൊക്കെ എനിക്ക് കുറേയൊക്കെ മേടിച്ച് തന്ന്. ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് വരെ ട്രാവലിങ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ കൂടെ. ചേട്ടൻ ഭയങ്കര പാവം കേട്ടോ, ഭയങ്കര കമ്പനിയൊക്കെ, നല്ലൊരു ഫ്രണ്ടാണേ. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ ഒത്തിരി അടിച്ചു പൊളിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് വരാവേ.